മാളുനെയും അമ്മുനെയും എന്താ കാണാത്തത്? സാധാരണ അവരാണല്ലോ നേരത്തെ എത്താറ്. എനിക്കിന്നൊരു സന്തോഷ വാർത്ത പറയാനുണ്ടാകുമ്പോഴേക്കും അവരെ കാണുന്നില്ലല്ലോ. എന്താ അമ്മു കരഞ്ഞിട്ടാണല്ലോ വരുന്നത്? എന്തു പറ്റിയാവോ? എവിടെങ്കിലും വീണിട്ടുണ്ടാവും. എന്തു പറ്റി അമ്മു? എന്താ പറ്റിയത്? നീ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. നിനക്കിന്ന് പേപ്പർ കിട്ടിയില്ലേ? അതൊക്കെ കിട്ടി. എന്തിനാ ചേച്ചി കരയുന്നത്? കാര്യം പറയും. എനിക്ക് പേപ്പർ കിട്ടി. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടി ഞാനത്രേ. ചേച്ചി എന്നെ പറ്റിക്കുകയാണല്ലേ? എന്നെ കളിയാക്കണ്ട കേട്ടോ. ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ ഇപ്രാവശ്യം ഫസ്റ്റ്. അയ്യോ, കളിയാക്കിയതല്ല. സത്യമായിട്ടും എനിക്ക് ഇപ്രാവശ്യം വളരെ മോശമാണ് മാർക്ക്. ചിലപ്പോൾ നിന്നെ കളിയാക്കിയതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും. സാരമില്ല ചേച്ചി, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം. അതാ മാളുട്ടി വരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി കരയുന്നേ? അത് ചേച്ചിക്കൊന്ന് പേപ്പർ കിട്ടി. അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക് ചേച്ചിക്ക് അത്ര. അതിന്റെ വിഷമമാണ്. ഇല്ല ഒരിക്കലുമില്ല. ചേച്ചി നമ്മെ കളിയാക്കുകയായിരിക്കും. ചേച്ചി ആയിരിക്കും ഇപ്രാവശ്യം ക്ലാസ്സിൽ ഫസ്റ്റ്. അതായിരിക്കും അല്ലേ ചേച്ചി? സത്യമായിട്ടും അല്ല മാളൂട്ടി, ഞാനാണ് ഇപ്രാവശ്യം ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടി. വീട്ടിൽ പോയാൽ എന്തു പറയും എന്നുള്ള ടെൻഷനില്ല ഞാനിപ്പം. അത് സാരമില്ല ചേച്ചി, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാന്നേ. വരൂ, അച്ഛൻ വന്നിട്ടുണ്ടാവും നമ്മളെ വിളിക്കാൻ. അതാ അച്ഛൻ വരുന്നുണ്ടല്ലോ. എല്ലാവരും വേഗം വന്ന് കയറൂ. എന്തു പറ്റി അമ്മു? അമ്മ എന്താ ഇങ്ങനെ കരയുന്നത്? ഞാൻ പറയാ അച്ഛാ. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോണ്ട് അച്ഛാ. ഇന്ന് എൻ്റെ പേപ്പർ കിട്ടി. ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടി ഞാനാണ് അച്ഛാ. അത്രേ ഉള്ളൂ കാര്യം. അത് സാരമില്ല, നമുക്ക് അടുത്ത പരീക്ഷയിൽ ശരിയാക്കാം. അല്ല അച്ഛാ, അമ്മ എന്നെ നന്നായി വഴക്ക് പറയും. ഇനി ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. അമ്മ അങ്ങനെയൊന്നും പറയില്ല മോളെ. നീ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ? എന്താ ഇപ്രാവശ്യം പറ്റിയത്? എനിക്കറിയില്ല അച്ഛാ. അമ്മ ചീത്തൊന്നും പറയില്ല ചേച്ചി. ചേച്ചി വെറുതെ നുണ പറയണ്ട. അമ്മേ ഞങ്ങൾ എത്തി. അല്ലെങ്കിൽ അമ്മ എപ്പോഴും ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇന്നെന്താ അമ്മയെ കാണുന്നില്ലല്ലോ? എന്താ വിളിച്ചു പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ അമ്മുകുട്ടി കരയുന്നത്? എന്ത് പറ്റിയ? സ്കൂളിലാട്ടോ ഇന്ന് വീണോ നീ? വീണതൊന്നല്ല അമ്മേ, ചേച്ചിയുടെ പേപ്പർ കിട്ടി. ചേച്ചിയാണ് ക്ലാസ്സിൽ ഏറ്റവും മോശം മാർക്ക് മേടിച്ച കുട്ടി. അതിനാ ചേച്ചി കരയുന്നത്. എന്താ പറയുന്നത്? ചേച്ചിക്ക് മാർക്ക് കുറവാണെന്നോ? അതെ, ഇപ്രാവശ്യം എന്തോ പറ്റിയാണോ അമ്മുവിന് കുറച്ച് മാർക്ക് കുറവാ. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ കുട്ടാ? ഈ പരീക്ഷയിൽ എൻ്റെ ക്ലാസ്സിൽ ഞാനാണ് അമ്മേ ഫസ്റ്റ്. മാഷ എല്ലാരെ കൊണ്ടും എനിക്ക് നല്ല ക്ലാപ്പൊക്കെ തെരിയിച്ചു. ആണോ മോനെ? വെരി ഗുഡ്. എന്താ അമ്മു, എന്താ നിനക്ക് പറ്റിയത്? നീ നന്നായി പഠിച്ചിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത്? അമ്മ എന്നെ വഴക്ക് പറയരുത് കേട്ടാ അമ്മേ. എൻ്റെ മോള് എൻ്റെ അടുത്തേക്ക് വരൂ. എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്? ഇന്ന് വരെ മാർക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ഞാൻ വളരെ പേടിച്ചിട്ടാ വീട്ടിലേക്ക് വന്നത്. എന്തിനാ പേടിച്ചത്? അമ്മ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണോ? അതെ അമ്മേ, ഒരിക്കലുമില്ല. പിന്നെ അമ്മേ, നാളെയാണ് സ്കൂളിലെ പേരൻസ് മീറ്റിംഗ് കേട്ടോ. അതെ അമ്മേ, ഞങ്ങൾക്കെല്ലാം നാളെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ്. അമ്മ വരുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ചീത്ത പറയും. അതൊന്നും സാരമില്ല, ഞാൻ ടീച്ചറിനോട് കാര്യങ്ങൾ പറഞ്ഞുണ്ട്. താങ്ക് യു അമ്മ. ഞങ്ങളുടെ അമ്മ നല്ല അമ്മയാണ്. ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായില്ലേ? അമ്മ ചീത്ത ഒന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി ഇതുവരെ പേടിച്ചിട്ടല്ലേ നിന്നിരുന്നത്? അതെ. ഈ പ്രാവശ്യത്തെ പേരൻസ് മീറ്റിംഗിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരുന്നത് കേട്ടോ. അതിനെന്താ, രണ്ടുപേരും കൂടി വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ കുട്ടികളും ഹാപ്പി ആയേനെ അല്ലേ അമ്മേ? എന്തിനാണ് മാർക്ക് കുറഞ്ഞതിന് ചീത്തയ്ക്ക് പറയുന്നത്? ഞങ്ങളെ അമ്മയെ പോലെ എല്ലാ അമ്മമാരും നല്ല അമ്മമാരാവണേ. ഞങ്ങളുടെ അമ്മ സൂപ്പറാ.